2025 ജനുവരി മുതൽ കാനഡയിലേക്ക് വരുന്ന പുതിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിനെ അപേക്ഷിച്ച് 2025 ഇതേ കാലയളവിൽ 2,14,520 കുറവ് വിദ്യാർത്ഥികളാണ് കാനഡയിലെത്തിയത്. ഇത് വലിയൊരു മാറ്റമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യത്തെ 6 മാസത്തിൽ വിദേശ വിദ്യാർത്ഥികളും ജോലിക്കെത്തുന്നവരുമെല്ലാം അടങ്ങുന്ന മൊത്തം ആളുകളുടെ വരവിൽ ഏകദേശം 57% കുറവുണ്ടായി. അതായത് കാനഡയിലേക്ക് ആളുകൾ വരുന്നത് ഗണ്യമായി കുറഞ്ഞു എന്ന് പറയാം. 2024 ജനുവരി മുതൽ ജൂൺ വരെ 2,45,137 പേർക്ക് പെർമിറ്റുകളും 1,25,034 സ്റ്റഡി പെർമിറ്റുകളും നൽകിയിരുന്നു. എന്നാൽ 2025 ഇത് വളരെ കുറഞ്ഞു. 2025 ജനുവരി മുതൽ ജൂൺ വരെ വിദേശ ജോലിക്കാർക്കുള്ള വർക്ക് പെർമിറ്റുകളുടെ എണ്ണം 1,19,234 കുറഞ്ഞു. അതുപോലെ സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം 36,417 കുറഞ്ഞു. വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 70% കുറവുണ്ടായി. അതുപോലെ വിദേശ വർക്ക് പെർമിറ്റുകളിൽ 50% കുറവുണ്ടായി. ഇത് കാനഡയെ ആശ്രയിച്ച് പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തിരിച്ചടിയാണ്. കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. 2024 ജനുവരി മുതൽ ജൂൺ വരെ എത്തിയ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് 2025 88,617 കുറവ് വിദ്യാർത്ഥികളാണ് എത്തിയത്. ഏപ്രിൽ 2024 45,806 സ്റ്റഡി പെർമിറ്റുകൾ നൽകിയിരുന്നു. എന്നാൽ ഏപ്രിൽ 2025 ഇത് 8,543 കുറഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ എണ്ണം മാർച്ച് മാസത്തിലാണ് രേഖപ്പെടുത്തിയത്. വെറും 3,819 പെർമിറ്റുകൾ മാത്രമാണ് അന്ന് നൽകിയത്. 2025 മെയ് മാസത്തിൽ 4,553 സ്റ്റഡി പെർമിറ്റുകളും ജൂൺ മാസത്തിൽ 4,185 സ്റ്റഡി പെർമിറ്റുകളും കാനഡ നൽകി. കണക്കുകൾ ഇങ്ങനെ താഴേക്ക് പോകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാനഡയുടെ ഇമിഗ്രേഷൻ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 2024 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റുകൾക്ക് ഒരു വാർഷിക പരിധി ഏർപ്പെടുത്തി. 2025 ഇത് വീണ്ടും 10% കുറച്ചു. കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാം. 2024 ജനുവരിയിൽ കാനഡ സർക്കാർ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പെർമിറ്റ് അപേക്ഷകൾക്ക് 2 വർഷത്തേക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ഇതിലൂടെ കാനഡയിലേക്ക് വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം 40% കുറഞ്ഞു. അതുപോലെ വിദ്യാർത്ഥികൾ കൂടുതലുള്ള വാടക സ്ഥലങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിച്ചു. IRCC 2025 ആകെ 4,37,000 സ്റ്റഡി പെർമിറ്റുകൾ നൽകാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഇത് 2024 പരിധിയേക്കാൾ 10% കുറവാണ്. അതായത് കൂടുതൽ ആളുകൾക്ക് സ്റ്റഡി പെർമിറ്റ് കിട്ടാൻ സാധ്യതയില്ല. സ്റ്റഡി പെർമിറ്റ് നൽകുന്ന രീതി കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. പുതിയ നിയമം അനുസരിച്ച് IRCCയിലേക്ക് അയക്കുന്ന ഓരോ സ്റ്റഡി പെർമിറ്റ് അപേക്ഷയ്ക്കൊപ്പവും അതത് പ്രവിശ്യകളിൽ നിന്നോ ടെറിട്ടറിയിൽ നിന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ ലെറ്റർ നിർബന്ധമാണ്. ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ 2024 സെപ്റ്റംബർ 1 മുതൽ ഒരു കരിക്കുലം ലൈസൻസിംഗ് കരാറിൻ്റെ ഭാഗമായുള്ള പഠന പരിപാടിയിൽ ചേരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് അർഹതയുണ്ടായിരിക്കില്ല. അതായത് പഠനം കഴിഞ്ഞാൽ ഉടൻ ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല മാസ്റ്റേഴ്സ്, ഡോക്ടറൽ പ്രോഗ്രാമുകൾ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റുകൾ ലഭ്യമാകൂ. മറ്റ് ബിരുദ കോളേജ് പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഈ സൗകര്യം ലഭ്യമല്ല. ഇത് ഒരുപാട് പേരെ കാനഡയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാരണമായി. കാനഡയിൽ പഠിക്കാൻ വരുന്നവരുടെ എണ്ണം കുറയുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കും എന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്.